പെട്ടെന്നേ ഒരു ഹോസ്പിറ്റൽ കേസ് വരണം, അപ്പോഴേ നിനക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാകുള്ളൂ എന്നുമ്മ ഇടയ്ക്ക് പറയാറുണ്ട്. ഇന്നത് ബോധ്യപ്പെട്ട ഒരു ദിവസമായിരുന്നു കേട്ടോ. ഉമ്മയൊക്കെ ഹോസ്പിറ്റലിലായതുകൊണ്ട് വീട്ടിലത്തെ കാര്യങ്ങളൊക്കെ ഞാനും ഉപ്പയാണ് ചെയ്യുന്നത്. രാവിലെ കുറുമി അതുപോലെ തന്നെ പുട്ടുമാണ് ഉണ്ടാക്കിയത്. ഞാനത് ഉണ്ടാക്കുന്ന സമയത്ത് ഉപ്പ മുറ്റമൊക്കെ ക്ലീൻ ചെയ്തു കേട്ടോ. സോണിക്ക് സ്കൂളുണ്ട്, ഇന്ന് നേരത്തെ പോകണം, JRCൻ്റെ എന്തൊക്കെ ക്ലാസ് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവൾക്ക് സാമ്പാറും അവിയലും പിന്നെ പുളിഞ്ചിയൊക്കെ ആക്കി കൊടുത്തിട്ടു. അതാ അവൾക്കുള്ളത് ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട്. അവൾ യൂണിഫോമിൽ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അവൾ ഷൂസിൻ്റെ ലേസ് ഫാനു കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കുഞ്ഞാമ്മ ഇടയ്ക്ക് വിളിക്കുന്നുണ്ട്, എന്താ വേണ്ടത്, എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറഞ്ഞോ, അങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. സോണിൻ്റെ ഫ്രണ്ടും ഇവിടെ വന്നിട്ടുണ്ട്. അവരങ്ങനെ പോയിട്ടോ. സോണി പോയപ്പോൾ കൊണ്ടുപോയില്ല എന്നുള്ളതാണ് അപ്പൂസിൻ്റെ പരാതി. പിന്നെ അത് തീർക്കാൻ ഉപ്പ കുറേ അതിലൊക്കെ കൊണ്ട് നടന്നു കേട്ടോ. അപ്പം അത് ആ ഹണി കോമ്പും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിന് വന്ന് ബൈക്കിലൊക്കെ കയറ്റി ആൾ ഓക്കെ ആയി. കുറച്ച് ഫ്രൂട്ട്സ് ഇവിടെ ഉണ്ട്, അവിടെ ഫ്രിഡ്ജിലും ഉണ്ടെന്ന് ചെറിയാപ്പും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ എടുത്തൊരു ഫ്രൂട്ട് സാലഡ് ഉണ്ടാക്കുന്നത് അപ്പൂസ് തന്നെയാണ് കേട്ടോ. അത് കഴിഞ്ഞ് ഇനി ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോവാണ്, റെഡി ആയിട്ടുണ്ടായിരുന്നു. വണ്ടൂർ വഴി പോവാൻ നിന്നപ്പോൾ നല്ല ബ്ലോക്ക് ഉണ്ട് കേട്ടോ. അവിടെ എന്തോ ഒരു പരിപാടി നടക്കാന്ന് തോന്നുന്നു. അങ്ങനെ ഞങ്ങൾ ഇത് അവിടെ എത്തിയിട്ടുണ്ട്. ഞാനേ പറയാൻ വിട്ടുപോയിട്ടോ, നമ്മളെ ഫാമിലിയിൽ പുതിയൊരാളും കൂടെ വന്നിട്ടുണ്ട് കേട്ടോ. അൽഹംദുലില്ലാ, വലിയ ആങ്ങൾക്ക് രണ്ടാമത്തെ മോനുണ്ടായി, അതായത് ചെറിയാപ്പൂന് കേട്ടോ. സോണിൻ്റെ ഒക്കെ താഴെ ഒരാളാണ് ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഞങ്ങൾ അവിടെ റൂമിലൊക്കെ പോയി കുറച്ച് സമയമൊക്കെ ഇരുന്ന് അവിടുന്ന് മടങ്ങിട്ടോ. ഇനി നേരെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ എന്തെങ്കിലും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ ഷവർമ്മ വാങ്ങിക്കാമെന്ന് വിചാരിച്ചു. അതൊക്കെ കഴിച്ചിട്ട് ഇതാ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇനി വേഗം ഫ്രഷ് ആയിട്ട് കിടക്കണം, കാരണം നാളെ രാവിലെ സോണിക്ക് സ്കൂളിൽ പോകാനുള്ളതാണ്. എന്തൊക്കെയോ വാർഷികമൊക്കെ ആയതുകൊണ്ട് പ്രോഗ്രാമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ഇൻഷാ അല്ലാ നാളെ നമുക്ക് വീണ്ടും കാണാം.